ഇതിവിടെ പണ്ടുണ്ടായിരുന്ന വാസന്തി അല്ലേ? അവള് പേര് മാറ്റി, ഇപ്പൊ ലീല എന്നാ പേര്. പേര് മാറ്റിയെന്ന് വെച്ചാൽ ആള് മാറൂ. ഇവിടെ ഇപ്പൊ പുതിയതൊന്നും വരാറില്ലേ സാറാമ്മേ? ഇതെന്തോന്നാ, ചക്കയോ മാങ്ങയോ വല്ലോ ആന്നോ? പെൺപിള്ളേരല്ലേ, ആരെങ്കിലും കൊണ്ടുവരണ്ടേ? ഈ ബോർഡും വെച്ചുകൊണ്ട് ഇവിടെ വേറെ ഏർപ്പാടാ നടക്കുന്നതെന്ന് പരാതി പോയിട്ടുണ്ട്. എന്നാ പോലീസ് വന്ന് പിടിക്കാന്നറിയില്ല. പോലീസ് ഒന്നും വരാതെ ഞാൻ നോക്കിക്കോളാം. അട്ടെ, നീ ആ ചായക്കടക്കാരൻ മത്തായിയുടെ മോള് മേരിക്കുട്ടി അറിയോ? എന്തിനാ അവളെ തിരക്കുന്നേ? അസൂയ കണ്ടില്ലേ? മോഹൻ സാർ മറ്റൊരു പെണ്ണിന്റെ അടുത്ത് പോകുന്നത് എനിക്കിഷ്ടമല്ല. നീ മിണ്ടായിരിക്കടി. സാറാമേ, മേരിക്കുട്ടിയെ ഞങ്ങൾ ഒരു ദിവസം ഇവിടെ പൊക്കിക്കൊണ്ടുവരും. ബാക്കി കാര്യമായിട്ടോ? ഏറ്റിരിക്കുന്നു. വാക്കാണല്ലോ. സാറാ അല്ലേ പറഞ്ഞത്? നോയിക്കോ, ഞാൻ അവളോട് ഇന്ന് പറയും. അന്ന് എന്റെ അന്ത്യമായിരിക്കും. ആ ഇവിടെ തരക്കേടില്ലല്ലോ. പക്ഷെ ഇവള് ഒറ്റയ്ക്കാണല്ലോ ഡാൻസ് ചെയ്യുന്നത്. നീ ആ കുന്തങ്ങി വാച്ചേ. ഇതാടോ മാറ, നീ കൂടെ കുടിക്കോ. ഓക്കേ. പാടാ. सुरांगनी 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 का माल का नवा, अरे माल 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 सुरांगनी का माल, सुरांगनी का माल का नवा, सुरांगनी 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 का माल का नवा, अरे माल 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 सुरांगनी का माल, सुरांगनी का माल का नवा. 1 2 3 4 5 6 7 7 മേലെ 7 പോട്ടാ മൊത്തം 14 സുരാംഗനി 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 का माल का नवा, अरे माल 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 सुरांगनी का माल, सुरांगनी का माल का नवा, सुरांगनी 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 का माल का नवा, अरे माल 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 सुरांगनी का माल यो माल का नवा. ആ കുരങ്ങിനെന്താ പണി? അവൻ പനി പിടിച്ചു വരുന്നേ സാറേ. എന്തരടെ വിശേഷങ്ങള്? ചായകളൊക്കെ കുടിച്ചാ? എന്തരടെ എന്റെ പേരുകളെ ഇവൊന്നും പറയുന്നില്ല. ജനെ ഒന്നും പറയുന്നില്ലല്ലോ. പറയാൻ പഠിപ്പിച്ചില്ല സാറേ. എന്നാ ഞാൻ പഠിപ്പിക്കാം. ഡൗട്ട് അതിനെയും എടുത്തോ. എവിടെയാ എന്റെ നാട്? ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് നാടൊന്നുമില്ല സാറേ. വയറ്റി പഴുപ്പിന് വേണ്ടി ഊരി ചുറ്റുന്നവരാ. ഇങ്ങനെ ഉപദ്രവിക്കാൻ തുടങ്ങിയാൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും സാറേ? അവൻ നിങ്ങളെ ദേഹോപദ്രവം ഏൽപ്പിക്കാൻ പറ്റാ ചെയ്തോ? ദേഹോപദ്രവൊന്നും ഏൽപ്പിച്ചില്ല. ഞങ്ങളുടെ കുരങ്ങനെ എടുത്തോണ്ട് പോയി. ഇവൻ എന്തിനാ ഈ കുരങ്ങ്? ചേട്ടൻ അത് എന്നോട് ചോദിച്ചാൽ ഞാനെന്ത് പറയാനാ? ചെറിയ കുരങ്ങനെ കണ്ടപ്പോ വലിയ കുരങ്ങ് എടുത്തോണ്ട് പോയതായിരിക്കും. അതോ ഇനി കുരങ്ങുകളി തുടങ്ങാനും ഭാവമുണ്ടോ? ഇതുവരെ മറ്റുള്ളവരെ കുരങ്ങ് കളിപ്പിക്കായിരുന്നല്ലോ. ഇനിയിപ്പോ കുരങ്ങിനെ തന്നെ കളിപ്പിച്ചേക്കാനായിരിക്കും. അവൻ അതിനെ കൊണ്ടുവന്ന് കൊന്നു കളഞ്ഞിരിക്കുമെന്നാണ് എന്റെ പേടി. അയ്യോ, അങ്ങനെ പറയല്ലേ. കുരങ്ങിനെ കൊന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കൂടെ കൊന്നേക്കാൻ പറയണം. ഇത് ഞങ്ങളോട് പറഞ്ഞിരിക്കട്ടെ, അവനോട് ഏതായാലും പറയണ്ട. പറഞ്ഞാൽ അവൻ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. 2 വർഷം കഷ്ടപ്പെട്ട അതിനെ പണിയൊക്കെ പഠിപ്പിച്ചത്. അത് പോയാ ഞങ്ങളുടെ വയറ്റിപ്പഴുപ്പ് മുട്ടിപ്പോവും. വരുന്നുണ്ട്. അവന്റെ ഈ അങ്കലാപ്പ് വണ്ടി എടുത്ത് ആദ്യം കത്തിക്കണം. താനെന്തിനാ ഇവിടെ വന്ന്? എന്തിനാണെന്നോ? നീ എന്തിനാ അവന്റെ കുരങ്ങിനെ എടുത്തോണ്ട് പോയത്? അതമ്മേ, കാട്ടി വളരേണ്ട മിണ്ടാപ്രാണിയെ ഇവൻ തുടലിട്ട് പൂട്ടിക്കൊണ്ടായിരുന്നു ഉപദ്രവിക്കായിരുന്നു. ഞാൻ അതിനെ കാട്ടിക്കൊണ്ട് അയച്ചു വിട്ടു. ചതിച്ചോ ദൈവമേ? ഏത് കാട്ടിലാ വിട്ടത്? ആ ഈ ചുറ്റുവട്ടത്തൊക്കെ കാണുന്നുണ്ട്. പേര് വിളിച്ചാൽ തന്റെ കുരങ്ങ് വരുവോളൂ? വരും സാറേ. എന്നാ പോയി വിളിച്ചു വരുത്ത്. അയ്യോ, നിന്നെ കൊണ്ട് ഞാൻ തോറ്റല്ലൂടാ മോനെ. നല്ലതൊന്നൊരു വാക്ക് ആരെ കൊണ്ട് പറയിക്കില്ല എന്ന് വാശിയാണല്ലേ? വിശക്കുന്നു, വല്ല ഉണ്ടായിത്താ. അനു, ഏതായാലും ഒരു ഗുണമുണ്ട്. മോഹനെ കുറിച്ച് എവിടെ ചെന്ന് ആരോട് അന്വേഷിച്ചാലും ഒറ്റ അഭിപ്രായമേ പറയൂ. രണ്ടാമതൊന്നുമില്ല. കടപ്പുറത്ത് നിന്ന് അവന്റെ പേരൊന്ന് പറഞ്ഞു നോക്കിയേ. കടലിന്റെ തിരകൾ ചീന്നും പറഞ്ഞ് ചീറ്റിക്കൊണ്ടുവരും. അതാണ് സ്ഥിതി. മേരിക്കുട്ടിയെ, മോളെ മേരിക്കുട്ടി, മണി 8 കഴിഞ്ഞ് നീ ചന്തേ പോകുന്നില്ലേ? ഞാൻ പോവാപ്പാ. ഇതാ വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലാണ്. കറലെണ്ണ വാങ്ങിച്ചാൽ മതി. പലചരക്കടയിൽ ബാക്കി കൊടുക്കണ്ടേപ്പാ? അത് ഞാൻ വൈകിട്ട് അതുവഴി ചെല്ലുമ്പോൾ കൊടുത്തേക്കാന്ന് പറ. വേഗം പോ.
മത്തായിക്കുട്ടി വരുന്നുണ്ട്. നീ എങ്ങോട്ടാ? ചന്തയിലേക്ക്. ഞങ്ങൾ കൊണ്ടുവിടാം. വേണ്ട. പിടിച്ച് വണ്ടി കയറ്റടാ. 14, 15, 16, 17, 18, 19, 20, 21. തന്റെ മകളെ ആ മോഹൻ ഉത്സവം കൂടെ ജീപ്പെ പിടിച്ച് കെട്ടിക്കൊണ്ട് പോയി. ചതിച്ചോ കർത്താവേ? എങ്ങോട്ടാ കൊണ്ടുപോയത്? വിലാസിയുടെ വീട്ടിലേക്കാണെന്ന് തോന്നുന്നു. കർത്താവേ, അറിവില്ലായ്മ കൊണ്ട് അവൾ എന്തെങ്കിലും പറഞ്ഞു കാണും. ക്ഷമിച്ചുകളാ. ഇനി അവളെതിരൊന്നും പറയല. പട്ടി, ഞാനും നിന്നെ പോലെയാണ് കരുതോടി. പെണ്ണിന് കുടുംബത്ത് പോയി അപ്പനെ കാണണ്ടാന്ന് തോന്നുന്നു. കാണണ്ടാ, എന്നാലും നീ ഒന്ന് വിചാരിക്കുന്നത് നടക്കത്തില്ലടാ. ശരി, എങ്കിൽ അത് തന്നെ ഒന്ന് പരീക്ഷിച്ചാളെ. തറാമോളി പോ. പോകാൻ ഞാനും പോണോ ആശാനെ? വേണ്ട, നീ നിക്ക്. എന്റെ കർത്താവേ, പോലീസാണെന്നോ തോന്നുന്നേ. ആശാനെ ഞാനൊന്ന് മൂത്ത് ഓടിച്ചിട്ടു. നിന്നെ വിടാനോ? ഓ, നീയായിരുന്നോ? എന്ത് വേണം? മേരിക്കുട്ടി എവിടെ? മേരിക്കുട്ടിയോ? ഏത് മേരിക്കുട്ടി? എന്റെ മകള്. തന്റെ മോള് തന്റെ വീട്ടിൽ കാണും. നിങ്ങൾ അവളെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോയത് കണ്ടവരുണ്ട്. അതിനിപ്പോ എന്ത് വേണം? മര്യാദയ്ക്ക് അവളെ ഇറക്കി വിടൂ. ഇല്ലെങ്കിൽ ഇറക്കിക്കൊണ്ട് പോകും. എങ്കിൽ അതൊന്ന് കാണട്ടെ. മോളെ, നിന്നെ അവൻ ഉപദ്രവിച്ചൊന്നുമില്ലല്ലോ മോളെ. ഇല്ലപ്പാ. ശ്രീധരൻ കുഞ്ഞിനെ വഴി വെച്ച് കണ്ടുകൊണ്ട് എന്റെ മോടെ മാനം പോയില്ല. ഈശ്വരൻ എനിക്ക് ഒരേ ഒരു മകനെ തന്നു. അവൻ ഇങ്ങനെയായിപ്പോയി. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും മത്തായിക്കുട്ടി? കൊച്ചമ്മയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, സഹിക്കാൻ വയ്യാതായി, അതുകൊണ്ട് വന്നതാ. ഇങ്ങനെ ഒരു മകൻ ഇല്ലാതിരിക്കായിരുന്നു ഭേദമെന്ന് എനിക്കിപ്പോ തോന്നുന്നു. ഏതായാലും മത്തായിക്കുട്ടി പോയിക്കോളൂ. അവൻ വരട്ടെ, ചോദിക്കാം. അയ്യോ, അങ്ങനെ ചോദിച്ചാൽ മാത്രം പോരെ കൊച്ചമ്മേ. എന്നാ അവനെ കൂടെ തല്ലിക്കൊല്ലാം. എന്നിട്ട് ഞങ്ങൾ ജയിലിൽ പോയേക്കാം. തൃപ്തിയാവോ മത്തായിക്ക്? മത്തായിയോട് ഇങ്ങനൊന്നും പറയരുത്. ഇവിടുത്തെ ചോറാണ് ഈ തടി. ചായക്കട തുടങ്ങാനുള്ള പണം മരിച്ചുപോയ ഇവിടുത്തെ ഏമാനാണ് തന്നത്. ഇങ്ങനെ ഒരു കാര്യമുണ്ടായാൽ മത്തായി ഇവിടെ ഒന്ന് പറയണ്ടേ? അവനോട് ഇനി ചെയ്യാനും പറയാനും ഒന്നുമില്ല മത്തായി. മകനാണ് അനന്തരവനാണെന്ന് പറഞ്ഞാൽ കൊന്നാ ജയിലിൽ പോണ്ടേ? ആ പേടിയുമായി ഒതുങ്ങി കഴിയാണ് ഞങ്ങൾ. മത്തായി പോകുന്നു കൊച്ചമ്മേ. ഇനി ഇവനെ ഇങ്ങനെ വിട്ടാ പറ്റില്ല ചേട്ടാ. എന്തെങ്കിലും തീരുമാനിച്ചാൽ മതിയാവൂ. എന്ത് തീരുമാനിക്കാനാ? നാട്ടുകാരെ കരിഞ്ഞെങ്കിലും ആ അസുരസന്തതിക്ക് വിഷം കൊടുത്തങ്ങോട്ട് കൊല്ല. എന്നിട്ട് നമ്മളും ചാവുക. അതാ ഇനി ചെയ്യേണ്ടത്. തുടർന്ന് കലാകായിക മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനദാനം നൽകുന്നതും അതിനുശേഷം കുമാരി രാധിക BSc നയിക്കുന്ന നൃത്ത സംഘത്തിന്റെ നൃത്ത പരിപാടികൾ ഉണ്ടായിരിക്കുന്നതുമാണ്. കുമാരി രാധിക BSc. ഇവളാര്? വരവായിരിക്കും. ആരായാലും നമ്മളത് പൊളിക്കും. അച്ഛനെ ഇത് ലയൺസ് ക്ലബിന്റെ പരിപാടിയാ. ലയണല്ല, പൂച്ച ക്ലബിന്റെ പരിപാടിയായാലും നമ്മളത് പൊളിക്കും. BSc-കാരി അങ്ങനെ ഡാൻസ് കളിക്കണ്ട. ശരി, പൊതുപരിപാടിയല്ലേ, പൊളിച്ചു കളയാ. അതാണല്ലോ നമ്മുടെ ഒരു ചിട്ട. സാധനം എന്തോന്ന്? നീർക്കോലിയോ തവളയോ? മുളംകുറ്റിയിൽ നീർക്കോലി ആയിക്കോട്ടെ. ഉത്തരവ്.